ഹലോ ആൾ, കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പോർച്ചുഗീസുകാരുടെ വരവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 1524 വാസ്കോഡ ഗാമയുടെ മൂന്നാമത്തെ വരവ്. 1524 ഡിസംബറിൽ അദ്ദേഹം അന്തരിച്ചു. അതിനുശേഷം 1524 മുതൽ 1600 വരെ സാമൂതിരിയുടെ നാവിക പടത്തലവനായ കുഞ്ഞാലിമരക്കാരുടെ കാലമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചും തുടർന്നുണ്ടായ പോർച്ചുഗീസ് അധപതനവും അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകും മുൻപ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പോർച്ചുഗീസുകാരെ കുറിച്ച് മുൻപ് ചെയ്ത ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അതുകൂടി ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഏകദേശം 1524 മുതൽ 1600 വരെയായിരുന്നു കുഞ്ഞാലിമരക്കാരുടെ കാലയളവ്. കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല കേട്ടോ, അതൊരു സ്ഥാനപ്പേരാണ്. സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരെയാണ് കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്നത്. കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ, രണ്ടാമൻ എന്നിങ്ങനെ 4 പേരുണ്ടായിരുന്നു. ആദ്യത്തെ ആളുടെ പേരെന്താണ്? കുട്ടിയാലി. കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ കുട്ടിയാലി ആയിരുന്നു. അദ്ദേഹം പോർച്ചുഗീസുകാർക്കെതിരെ സ്വീകരിച്ച നാവിക തന്ത്രമായിരുന്നു ഹിറ്റ് ആൻഡ് റൺ എന്നത്. ഈ ഹിറ്റ് ആൻഡ് റൺ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ സിലബസിൽ ഉൾപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഓർത്തു വയ്ക്കുക, ഹിറ്റ് ആൻഡ് റൺ. കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ പോർച്ചുഗീസുകാരെ വധിക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ സ്ഥാനമേറ്റു. അദ്ദേഹവും പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെട്ടു. അതിനുശേഷം കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ സ്ഥാനമേറ്റു. ഇദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെടാത്ത കുഞ്ഞാലിമരക്കാരായിരുന്നു മൂന്നാമൻ. പട്ടുമരക്കാർ, പടൈമരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ്. എന്തൊക്കെ? പട്ടുമരക്കാർ, പടൈമരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് 1531 പോർച്ചുഗീസുകാർ കോഴിക്കോട് നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. ഇത് പലപ്പോഴും കോഴിക്കോടായിരുന്നല്ലോ ഇത് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും കോഴിക്കോട് സാമൂതിരിക്ക് ഒരു ഭീഷണിയായിട്ടായിരുന്നു നിലകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാലിയം കോട്ടയെ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ടിരുന്നു. കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ് ചാലിയം കോട്ട തകർത്തത്. ഈ അന്നത്തെ മതപണ്ഡിതനായ ഖാസി മുഹമ്മദ് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചു കൊണ്ടിട്ട് ഒരു അറബി കാവ്യം രചിക്കുകയുണ്ടായി. എന്താണത്? വ്യക്തമായ വിജയം എന്നർത്ഥം വരുന്ന ഫത്ഹുൽ മുബീൻ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. വ്യക്തമായ വിജയം എന്നർത്ഥം വരുന്ന ഫത്ഹുൽ മുബീൻ എന്ന അറബി കാവ്യം ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് രചിച്ചതാണ്. ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന അറബിയിൽ രചിച്ച മറ്റൊരു ഗ്രന്ഥമുണ്ട്. അതേതാ? തുഹ്വത്തുൽ മുജാഹിദീൻ. ഇത് രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ ആയിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത കൃതിയാണിത്. ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച തുഹ്വത്തുൽ മുജാഹിദീൻ. ഓക്കെ. ചാലിയൻകോട്ടയിലെ വിജയത്തെ തുടർന്ന് സാമൂതിരി കുഞ്ഞാലിമരക്കാർക്ക് കോഴിക്കോട് തന്നെ ഒരു ഇരിങ്ങൽ എന്ന സ്ഥലത്ത് മരക്കാർ കോട്ട എന്ന പേരിൽ ഒരു കോട്ട പണിതു. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ് മരക്കാർ കോട്ട എന്നത്? കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങലിലാണ് ഈ മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കുഞ്ഞാലിമരക്കാരുടെ സ്മാരകവും ഇത് ഇരിങ്ങലിൽ തന്നെയാണ്. അപ്പോൾ മരക്കാർ കോട്ട എവിടെയാണ്? ഇരിങ്ങൽ. കുഞ്ഞാലിമരക്കാരുടെ സ്മാരകം എവിടെയാണ്? ഇരിങ്ങലിൽ തന്നെ. കുഞ്ഞാലിമരക്കാർ നാലാമൻ്റെ കാലമായപ്പോഴേക്കും സാമൂതിരിയും പോർച്ചുഗീസുകാരും രമ്യതയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടായി. അങ്ങനെ ഇരിക്കെ കുഞ്ഞാലിമരക്കാർ സാമൂതിരിക്കെതിരെ തിരിഞ്ഞ് ആക്രമണങ്ങളൊക്കെ തുടങ്ങി. 1600 കുഞ്ഞാലിമരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ സമ്മതത്തോടെ പിടികൂടി ഗോവയിൽ കൊണ്ടുപോയി വധിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ വെട്ടി നുറുക്കി പല സ്ഥലങ്ങളിലായി പ്രദർശിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്.
എന്തായാലും ഓർത്തു വയ്ക്കുക, 1524 മുതൽ 1600 വരെയായിരുന്നു കുഞ്ഞാലി മരക്കാരുടെ കാലഘട്ടം. സാമൂതിരിയുടെ നാവിക പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്നവരായിരുന്നു കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാരുടെ ഒരു സ്ഥാനപ്പേരാണ് ഒന്നാമൻ, രണ്ടാമൻ എന്നിങ്ങനെ 4 പേരുണ്ടായിരുന്നു. ഓർത്തു വയ്ക്കാം. സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഈ കാലയളവിൽ 2 പ്രധാനപ്പെട്ട സന്ധികളിൽ ഒപ്പുവെച്ചിരുന്നു. ഏതൊക്കെയാണത്? ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണൂർ സന്ധി 1513, പൊന്നാനി സന്ധി 1540. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കണ്ണൂർ സന്ധി 1513, പൊന്നാനി സന്ധി 1540. പോർച്ചുഗീസുകാർ ഇവിടെ വരുന്ന സമയത്ത് സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു അധികം ഉണ്ടായിരുന്നത്. അവരെ റോമിലെ മാർപ്പാപ്പയുടെ കീഴിലാക്കാൻ വേണ്ടിയിട്ട് 1599 ഒരു മതസമ്മേളനം നടത്തി. അതാണ് ഉദയംപേരൂർ സുനഹദോസ് എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക, 1599 സുറിയാനി ക്രിസ്ത്യാനികളെ റോമിലെ മാർപ്പാപ്പയുടെ കീഴിലാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ മതസമ്മേളനമാണ് ഉദയംപേരൂർ സുനഹദോസ്. ഇതിനെ തുടർന്നാണ് പോർച്ചുഗീസുകാരായിരുന്നു ഇത് നടത്തിയത്. ഇതിനെ തുടർന്നിട്ട് കൂനൻ കുരിശ് സത്യപ്രതിജ്ഞ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, 1653 നടത്തി. അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി പോർച്ചുഗീസുകാർ കേരളത്തിൽ അവരുടേതായ കുറച്ച് സംഭാവനകൾ കൂടി തന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം ഇപ്പോഴും കാസർഗോഡൊക്കെ പ്രചാരത്തിലുണ്ട്. അത് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അതുപോലെ ഗോതിക് ശൈലി, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോതിക് ശൈലിയെക്കുറിച്ച്. 16-ാം നൂറ്റാണ്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. അത് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, വാസ്കോഡഗാമയെ ആദ്യം അടക്കം ചെയ്ത പള്ളി, അത് ഗോതിക് ശൈലി നിർമ്മിച്ചതായിരുന്നു. അതുപോലെ ഗോവയിലെ ബോം ജീസസ് പള്ളി, അതും ഗോതിക് ശൈലി നിർമ്മിച്ചതായിരുന്നു. പിന്നെ കൊച്ചി രാജാവായിരുന്ന കേരളവർമ്മയ്ക്ക് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ ഒരു കൊട്ടാരം നിർമ്മിച്ച് നൽകി. അതാണ് മട്ടാഞ്ചേരി പാലസ്, 1555. ഡച്ചുകാരുടെ കാലമായപ്പോൾ ഈ മട്ടാഞ്ചേരി പാലസ് ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെട്ടിരുന്നു. അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് അത് പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസുകാർ പറങ്കികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നമുക്കറിയാം. അവരാണ് പറങ്കി മാവ്, അതായത് കശുവണ്ടി, ഇന്ത്യയിൽ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കൈതച്ചക്ക, പപ്പായ, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, മരച്ചീനി, റബ്ബർ തുടങ്ങിയ വിളകളൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരായിരുന്നു. കൈതച്ചക്ക, പപ്പായ, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, മരച്ചീനി, റബ്ബർ കൂടാതെ കശുവണ്ടി, ഇതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അതുപോലെ കുറേ വാക്കുകൾ പോർച്ചുഗീസുകാരിൽ നിന്ന് നമുക്ക് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. ലേലം, ഫാക്ടറി, മുറം, കസേര, ബെഞ്ച്, വിജാഗിരി, അലമാര, ചായ തുടങ്ങിയവയൊക്കെയായിരുന്നു അത്. അപ്പോൾ എന്തൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ? ഏതൊക്കെയായിരുന്നു? ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം, ഗോതിക് ശൈലി, മട്ടാഞ്ചേരി പാലസ്, ആദ്യത്തെ യൂറോപ്യൻ സ്കൂള്, കൈതച്ചക്ക, പപ്പായ തുടങ്ങിയ വിളകൾ, അതുപോലെ ലേലം, ഫാക്ടറി, കസേര, ബെഞ്ച് തുടങ്ങിയ വാക്കുകൾ, ഇതൊക്കെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന സംഭാവനകളായിരുന്നു നമുക്ക്. 1595 ആയപ്പോഴേക്ക് ഡച്ചുകാർ ഇന്ത്യയിലേക്ക് എത്തി. ഡച്ചുകാരുടെ വരവോടുകൂടി പോർച്ചുഗീസുകാരുടെ അധപതനവും തുടങ്ങി. കൊച്ചിയും കൊല്ലമൊക്കെ പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്നു. 1663 ആയപ്പോഴേക്കും പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തതോടുകൂടി പോർച്ചുഗീസുകാരുടെ അധപതനം പൂർത്തിയായി. ഈ കൊച്ചിയും കൊല്ലമൊക്കെ പോർച്ചുഗീസുകാരുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. കൊച്ചി കൂടി അവസാനമായിട്ട് കൊച്ചിയാണ് പിടിച്ചെടുത്തത്. അതുകൂടി ഡച്ചുകാരുടെ അധീനതയിലായപ്പോൾ പോർച്ചുഗീസുകാരുടെ ശക്തിയൊക്കെ ക്ഷയിച്ചു. ഡച്ചുകാർ ഇവിടെ അവരുടെ സാമ്രാജ്യത്വമൊക്കെ സ്ഥാപിച്ചു. ഡച്ചുകാരുടെ വരവും അനുബന്ധ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് കുഞ്ഞാലി മരക്കാരെ കുറിച്ചാണ്. കുഞ്ഞാലി മരക്കാരെ കുറിച്ചിട്ട് SC ആയിട്ടുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതൊന്ന് വായിക്കാം. കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ. അവർ പോർച്ചുഗീസുകാർക്കെതിരെ ഗറില്ല, അതായത് ഒളിപ്പോര് യുദ്ധമുറകൾ സ്വീകരിച്ചു. കുഞ്ഞാലി ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ എന്നിങ്ങനെ 4 കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു.
പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ കുഞ്ഞാലി നാലാമനായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു. 1600 ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന സംഭാവനകൾ: ചവിട്ടി നാടകം, യൂറോപ്യൻ സ്കൂള്, ഗോതിക് ശൈലി, കുറേ വാക്കുകളും വിളകളും, അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് യൂറോപ്യന്മാരുടെ വരവ് എന്ന ഭാഗത്തു നിന്നും ഡച്ചുകാരെ കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.